വിനയനെ പൊയിലോട്ട് ഇറക്കും. ഞാൻ പെട്ടെന്ന് വരാം. ശരി, ഓടി നടാനാ. അപ്പോഴേ ഉത്സവം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ പ്രാവശ്യം വളരെ ഗംഭീരായിരുന്നു. അമ്മേ, അമ്മേ. ബാല ഉണ്ണിത്താനെ കണ്ടോ? 50,000 രൂപ ഡൊണേഷൻ കൊടുത്താൽ കോളേജിൽ ജോലി തരാമെന്ന്. അത് നടക്കില്ലമ്മേ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു, പറഞ്ഞില്ലേ? പണത്തിന്റെ കാര്യത്തില് നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിയെന്ന്. എവിടുന്ന് എടുത്തിട്ടാ അമ്മ ഈ കാശ് കൊടുക്കുന്നത്? ദൈവം എല്ലാറ്റിനും ഒരു വഴി കാണിച്ചു തരും മോനെ. ഞാൻ വേലപ്പാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ചെറിയമ്മയോട് കാശ് ചോദിക്കാനോ? വെറുതെ നാണം കടാൻ. ഞാൻ കുളിച്ചിട്ട് വരാം. വേലപ്പാരെ ഒന്ന് കാണാൻ ഇപ്പൊ ആളെ അയക്കണമെന്നായി. കാര്യമില്ലാത്തടത്ത് കാര്യസ്ഥൻ വേണ്ടെന്നാവും അല്ലേ? അയ്യോ, അങ്ങനെയല്ലേ. എനിക്ക് ഭാർഗവി കൊച്ചമ്മയും വിശാല കൊച്ചമ്മയും ഇവിടുന്ന് എല്ലാം ഒരുപോലെയാ. നിങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കുമ്പോഴും ഞാനൊരു കക്ഷിഭേദവും കാണിച്ചില്ലല്ലോ. ഇപ്പൊ അവർക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നു. ഇവിടുന്ന് വിളിച്ചപ്പോഴും ഞാൻ വന്നില്ലേ? ആ, ഇരിക്കൂ. എന്താണാവോ കാര്യം? ദേവസ്വംകാരുടെ കോളേജിൽ ബാലിനൊരു ജോലി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈശ്വരോ രക്ഷ. പക്ഷേ വലിയ ഒരു തുകയാണ് ഡൊണേഷനായിട്ട് ചോദിക്കുന്നത്. പണത്തിന് പകരമായി നമ്മുടെ ആനയെ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചു. വേറെ വഴിയില്ല. മകൻ സമ്മതിച്ചോ വിനയനെ വിൽക്കാൻ? ബാലിനെ അറിയിച്ചിട്ടില്ല. അവന് നിശ്ചയമുണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഉദ്യോഗം കിട്ടിയാൽ സമ്മതിച്ചോളൂ. ഇതിൽ ഞാൻ എന്താ വേണ്ടതാവൂ? ഉണ്ണിത്താനൊന്ന് കാണണം. ആനയുടെ വില നിശ്ചയിക്കുമ്പോ അദ്ദേഹമായിട്ട് സംസാരിക്കാനും തർക്കിക്കാനും എന്നെ കൊണ്ടാവൂല. വേലപ്പായര് എന്റെ കൂടെ ഒന്ന് വരണം. ഓ, ഇനിയിപ്പോ വിലയെക്കുറിച്ചൊന്നും നമ്മൾ തർക്കിക്കണ്ട. ഒരാൾക്കല്ലോ നിങ്ങൾ ആനയെ വിൽക്കുന്നത്, ദേവസ്ഥയിലേക്കല്ലേ? തുക അല്പം കുറഞ്ഞു പോയെങ്കിൽ അത് ദേവിക്ക് വഴിപാടായിട്ട് നൽകിയെന്ന് കരുതിയാ മതി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മകന്റെ കാര്യത്തിന് ഇന്ന് തന്നെ പ്രിൻസിപ്പലിനെ കണ്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിക്കാം. എന്താ? അപ്പോ ബാക്കി പണം? ഇന്ന് ബാങ്ക് സമയം കഴിഞ്ഞു. നാളെയും മറ്റന്നാളും ഒഴിവ്. തിങ്കളാഴ്ച കാലത്ത് പണം ഞാൻ വീട്ടിലെത്തിക്കാം. പോരെ? മതി. വരുന്നു തോന്നുന്നു. ബാലിന് അത്താഴം എടുത്തു വെച്ചോളൂ. ശരി. ബാലിന് എവിടെയായിരുന്നു ഇതുവരെ? വായനശാലയിൽ. ഇനിയെങ്കിലും നിന്റെ അലച്ചിലൊന്ന് നിർത്ത്. എന്താ ഇത്? അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു മോനെ. തിങ്കളാഴ്ച മുതൽ നിനക്ക് കോളേജിൽ ജോലിക്ക് പോവാം. അപ്പോയിന്റ്മെന്റ് ആർഡറാ. ഇതെങ്ങനെ സാധിച്ചു? ഡൊണേഷൻ വേണമെന്ന് പറഞ്ഞതല്ലേ അവര്? എല്ലാം വിവരമായിട്ട് പറയാം. മൂഞ്ചിന്ന് വല്ലതും കഴിക്ക്. വരട്ടെ, നീ ചോദിക്കേ. ബാല, ആ ഉരുള കൊണ്ടുപോകണ്ട. വിനയൻ അവിടെ ഇല്ല. നിന്റെ ജോലിക്ക് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ആനയെ ഞാൻ ദേവസ്വംകാർക്ക് വിറ്റു. അവരവനെ കൊണ്ടുപോയി. അമ്മേ, ഇവിടെ വന്നിരിക്കുക മനുഷ്യനെ ചുറ്റിക്കാൻ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചത് അറിയാമോ? ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളല്ലേ. അമ്മ അവിടെ കിടന്ന് അലമുറ ഇടുന്നു. എഴുന്നേറ്റേ, വരൂ. വേലപ്പാരെ പൊയ്ക്കോളൂ, എന്നെ ആരും വിളിക്കണ്ട. എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? ആനയുടെ കാര്യം ആലോചിച്ചാണെങ്കിൽ അതൊരു ഭാഗ്യമായിന്ന് കരുതിക്കൊള്ളൂ. അന്ന് ഭാഗം വെക്കുമ്പോഴേ ഞാൻ പറഞ്ഞത് അതിനെ തീറ്റിപ്പോറ്റാനാവില്ലെന്ന്.
പുറംപണിയാണെങ്കിൽ ഇല്ല, പിന്നെ ഇവിടുന്ന ചെലവിന് വേറെന്താ വരായിക? അന്ന് ഈ ആനയ്ക്ക് പകരം ആദായമുള്ള വല്ല വസ്തുക്കളും പിടിച്ചിരുന്നെങ്കിൽ അത് മതിയായിരുന്നു നിങ്ങൾക്ക് കഴിയാൻ. ചെറിയമ്മമാര് കഴിയുന്ന കണ്ടില്ലേ? നിങ്ങൾ ഈ പ്രസംഗം നിർത്തുവോ? ഒന്ന് സ്വൈരായിരുന്നോട്ടെ. ഈ ശാഠ്യം കളഞ്ഞ് ബാല എന്റെ കൂടെ വരൂ. എഴുന്നേറ്റ്. കടന്നു പോകുന്നുണ്ടോ നിങ്ങള്? മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. എനിക്കിതിൽ കാര്യലാഭമൊന്നുമില്ല, ഞാൻ പോയേക്കാം. എങ്ങനെ കഴിഞ്ഞൊരു സ്ത്രീയായിരുന്നു. അവരുടെ കണ്ണുനീര് കണ്ടാ ഞാൻ ഇറങ്ങി തിരിച്ചു. ഇനി എന്താ വെച്ചാ ആയിക്കോളൂ. മതി, ഇങ്ങോട്ട് കയറിക്കോ. ഈ ആനയ്ക്കും കുസൃതി കുറച്ച് കൂടുതലാ. ഇങ്ങോട്ട് കയറിയില്ലേ നല്ല പേട കിട്ടും എന്റെ കയ്യിൽ നിന്ന്. എന്റെ ഈശ്വര, വൈകിയ കുട്ടിന്റെ അമ്മ എന്നെ വഴക്ക് പറയാ. അപ്പൊ എന്നെ അത്രയ്ക്ക് വിലയില്ലേ അല്ലേ? ആ വാ വാ. എന്താ വിനയാ? പ്രസാദം കഴിക്കും. വിനയന് കൊടുക്ക ആദ്യം. എപ്പോ നോക്കിയാലും എന്റെ ഒരു വിനയൻ. ഇത് മോന്റെ പിറന്നാളിന് കഴിപ്പിച്ചതാ. ഇന്ന് വിനയന്റെ പിറന്നാളല്ലേ, അവന് കൊടുക്ക ആദ്യം. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. മോൻ തന്നെ കൊടുത്തോ. വിനയ, ഇന്ന് നമ്മൾ രണ്ടുപേരും പിറന്നാളായിട്ട് പായസം ഉണ്ട് കേട്ടാ. മോനെ വാ, കളിച്ചത് മതി, ഇനി കുളിച്ചിട്ട് പഠിക്കാം. വാ. ബാല, വിനീനെ ദേവസ്വംകാർക്ക് വിറ്റുമല്ലേ? കഴിച്ചില്ലേ നിർബന്ധിക്കണ്ട, പട്ടിണി എടുക്കട്ടെ. ഇവ ചാടി പിടിച്ചാലേ ഒതുക്കാൻ പ്രയാസ. അത് നിങ്ങൾക്ക് ഞാനിന്ന് തീറ്റിച്ചേ പോവും. എന്റെ ഈശ്വര, ഈ ചെക്കൻ എന്തൊക്കെ അനക്കങ്ങളാ ഉണ്ടാക്കാവോ? അറിഞ്ഞില്ലേ നിങ്ങളുടെ മകൻ കാണിച്ച തോന്നിവാസം? എവിടെയവൻ? പാപ്പാനത്തില് ദേവസ്വം മക ആന കഴിച്ചോണ്ടെന്നാൽ ചോദിക്കാൻ ആളില്ല. എനിക്ക് ദേവസ്വം വക ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. വിനയൻ എന്റെ ആനയാ. അത് ഞാൻ നമ്മോട് ചോദിക്കും ആന ഉടമയെന്ന്. മര്യാദക്ക് ആന അയച്ചെടുത്തോണ്ടൊന്നും തളച്ചില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാനാ കണ്ടത്? ബാല, നിങ്ങളെ കച്ചവടക്കാരാ, എന്തും വിൽക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പിച്ചക്കാശ് കൊണ്ട് തുടങ്ങിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് വരെ ലേലം ചെയ്യുന്ന നിങ്ങൾക്ക് ഒന്നും വിൽക്കാൻ മടിയാണില്ല. ബാലേശ്വരൻ, മറ്റുള്ളവരെ അങ്ങനെ കണക്കാക്കരുത്. ജനിച്ച നാൾ മുതൽ എന്റെ കൂടെ കളിച്ചു വളർന്ന വിനയനെ ഞാൻ വിൽക്കില്ല. താൻ ആരോടെ സംസാരിക്കണമെന്ന് അറിയാമോ? അറിയാം. ദേവസ്വം പ്രസിഡന്റ് അല്ല, സാക്ഷാൽ ദേവൻ തന്നെ വന്നാലും ഞാൻ എന്റെ ആനയെ വിട്ടുകൊടുക്കില്ല. അറിയ പോണം മിസ്റ്റർ. സരസ്വതിയമ്മേ, നിങ്ങൾ വന്നെ കാല് പിടിച്ച് പറഞ്ഞുകൊണ്ടാ അങ്ങനെ ഞാൻ ജോലി വാങ്ങിച്ചു തന്നത്. അതിന്റെ കൂലി എനിക്ക് കിട്ടി. മിസ്റ്റർ ഉണ്ണിത്താൻ, വളരെ കഷ്ടപ്പെട്ട ഞാൻ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്തത്. അതിന് പകരം ക്ഷൗര്യം ചെയ്ത് പഠിക്കുകയായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇതാ കിടക്കും നിങ്ങളുടെ ജോലി, എടുത്തോണ്ട് പോണം. അമ്മ ഈ കരച്ചിലും നിർത്തി ഞാൻ പറയുന്നൊന്ന് കേൾക്കുവോ? എനിക്കിനി ഒന്നും കേക്കണ്ട. ചെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഒരാൾ താക്കിയിട്ട് കണ്ണടക്കണമെന്നായിരുന്നു എന്റെ മോഹം. നിനക്കതിന് ആഗ്രഹമില്ലെങ്കിൽ വേണ്ട. അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടില്ലല്ലോ. ഒന്നിന് മാത്രം ആയില്ലേ നീ? പഠിപ്പ് കുറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ
അധ്വാനിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരും. നീ ഇപ്പൊ ചെയ്തത് പെറ്റമ്മയെ ചീത്താക്കാനല്ലേ? നാട്ടുകാർ മുഴുവനും അറിയില്ലേ? ഇനി ഞാൻ എങ്ങനെ അവരെ മുഖത്ത് നോക്കി ജീവിക്കും? നാട്ടുകാരെ സേവിക്കാനല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. വേണ്ട, നീ ആനയെ സേവിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, കാലാകാലം നിനക്ക് വെച്ചു വിളമ്പാൻ ഞാൻ ഉണ്ടാവുന്ന കരുതണ്ട. അമ്മേ, തുറന്ന് പൊയ്ക്കോടുന്നു. എനിക്ക് നിന്നെ കാണണ്ട. ബാപ്പ, ഇയാളാണ് ഞാൻ പറഞ്ഞ ആള്. ആനക്കാരനല്ലേ? ആ, സാധാരണ കൂപ്പ് പോലല്ല ഇത്. കാട് കാണാൻ തന്നെ കുന്നുമലയും കയറി ഉള്ളോട്ട് പോണം. റിയാസ് പറഞ്ഞില്ലേ? ഉവ്വ്. ആ, 4 ദിവസം പണിയെടുത്തിട്ട് ഇട്ടിട്ട് പൊയ്ക്കളയരുത്. ഇല്ല. എന്നാ നാളെ തന്നെ പുറപ്പെട്ടോളൂ. റിയാസേ, ഈ പണത്തിന് വൗച്ചർ ഒപ്പിട്ട് വാങ്ങിക്കോ. ശരി ബാപ്പ. അല്ലേ? ആ കുഞ്ഞൂടെ 2 ദിവസമായിട്ട് നിങ്ങളെ കണ്ടതേയില്ലല്ലോ. കുഞ്ഞെ പറയുമ്പോ വിഷമം തോന്നരുത്. ഞാൻ അവിടെ വന്ന് ചൊറിയും കുത്തിയിരുന്നിട്ട് എന്ത് കാര്യം? ആ ദേവസ്വക്കാർ ആനയെ വാങ്ങിയപ്പോ എനിക്ക് അവിടെ പണി തന്നതാ. അല്ല, ഒന്നില്ലെങ്കിലും മാസാമാസം കൃത്യമായിട്ട് ശമ്പളം എണ്ണി വാങ്ങാലോ. വല്ല ബലിച്ചോറോ പടച്ചോറോ നിന്ന് ചെലവ് അങ്ങോട്ട് ഒത്തുപോയേനെ. ഇപ്പൊ എല്ലാം കളഞ്ഞില്ലേ? നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരും. തൽക്കാല ആവശ്യത്തിന് ഇത് വെച്ചോളൂ. നാളെ പുലർച്ചയ്ക്ക് മുമ്പേ പുറപ്പെടണം. എങ്ങോട്ട്? കൂപ്പിലെ പണിക്ക്. ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടി ഇല്ലാതെ 2ാം പാപ്പനായിട്ട്? ആ, അതിന് ഞാനുണ്ടാവും. കുഞ്ഞെ അതേ കേളുകാരെ, ഇതുവരെ തടി അനങ്ങാതെ ജീവിച്ചു. ഇനി അധ്വാനിച്ച് ജീവിക്കാനാ ഉദ്ദേശം. വിനയനോടൊപ്പം ഞാനും വരും.